സാലറി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനുള്ള പുതിയൊരു ഓപ്ഷൻ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ഇലക്ട്രോണിക് സൈറ്റിൽ അവർ ആഡ് ചെയ്തിട്ട് നിലവിലുള്ള എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് പ്രകാരമുള്ള മിനിസ്ട്രി ഓഫ് ലേബർ ഇഷ്യൂ ചെയ്യുന്ന സാലറി സർട്ടിഫിക്കറ്റാണ് അവർ പുതിയൊരു ഓപ്ഷൻ അവർ ആഡ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് വേണം എന്നുള്ളവർ എൻ്റെ കമൻറ്റിൽ സർട്ടിഫിക്കറ്റ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായി ഒരു ലിങ്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ആ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതെന്ന്. സാലറി സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ഇലക്ട്രോണിക് സൈറ്റിൽ വരിക. അത് അറബിയിലായിരിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ആക്കാം. അതിനുശേഷം നിങ്ങൾക്ക് 4 ഓപ്ഷൻ കാണാം. അതിൽ ലേബേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് പോർട്ടൽ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം, ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നേരെ നാസ് അക്കൗണ്ടിലേക്ക് പോകും. നിങ്ങളുടെ നാസ് അക്കൗണ്ട് ഉപയോഗിച്ച് തൗത്തീഖ് അക്കൗണ്ട് ഉപയോഗിച്ചുകൂടെ നിങ്ങൾ ലോഗിൻ ചെയ്യണം. ഓക്കെ, തൗത്തീഖ് അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ഇലക്ട്രോണിക് സൈറ്റിലേക്ക് അത് തിരിച്ചു വരും. ഓക്കെ, ഈ പേജിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മൈ സർവീസസ് എന്നുള്ള ഓപ്ഷൻ കാണാം. മൈ സർവീസസിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ സാലറി സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ സാലറി സർട്ടിഫിക്കറ്റ് അതിൽ അപ്ലൈ എന്ന് ഇവിടെ കൊടുക്കണം. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് എംപ്ലോയർ ഡീറ്റെയിൽസ് ചോദിക്കും. എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഇവിടെ ഡീറ്റെയിൽ ഓൾറെഡി നമുക്കറിയാം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹോം പേജിലേക്ക് പോകാം. ഇവിടെ മൈ റിക്വസ്റ്റ് എന്നുള്ളത് കാണാം. ഇവിടെ മൈ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്ത ഇവിടെ ഉണ്ട്. അവിടെ കാണുന്നില്ലെങ്കിൽ ഇവിടെ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സെർച്ചിൽ ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഓപ്ഷൻ കാണാം. നമ്മൾ അവിടെ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. സാലറി സർട്ടിഫിക്കറ്റ് അവൈറ്റിംഗ് പേയ്മെൻറ്റ് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ റൈറ്റ് സൈഡിൽ വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ പേ ഉണ്ട്. ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കാം. ഇവിടെ പേയ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 40 റിയാലാണ് ഇവിടെ പേയ്മെൻറ്റിന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻ അത് നമ്മൾ കാർഡ് ഡീറ്റെയിൽസ് അടിക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പേയ്മെൻറ്റ് കംപ്ലീറ്റഡ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഹോം പേജിൽ പോയിട്ട് മൈ റിക്വസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സെർച്ചിൽ നമ്മളെ റിക്വസ്റ്റ് കാണിക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പേയ്മെൻ്റ് ആയിരുന്നു. ഇവിടെ പ്രിൻ്റ് എന്നാണ് കാണിക്കുന്നത്. പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ സാലറി സ്ലിപ്സും PDF ആയിട്ട് നമുക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്ത എൻ്റെ സാലറി സർട്ടിഫിക്കറ്റാണത്. മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ഒഫീഷ്യൽ എംബ്ലം ഉണ്ട്, അതിൽ ബാർകോഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഡിക്ലറേഷൻ ഉണ്ട്, നമ്മുടെ പേര്, നമ്മുടെ ID നമ്പർ, നാഷണാലിറ്റി. ഓക്കെ, പിന്നെ നമ്മുടെ ജോബ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ നിലവിലുള്ള ലേബർ കോൺട്രാക്റ്റ് പ്രകാരമാണ് ഈ ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ നിലവിലുള്ള ലേബർ കോൺട്രാക്റ്റിൽ ലാസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, ലാസ്റ്റ് റിവൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ ലേബർ കോൺട്രാക്റ്റിൽ ഇപ്പോൾ ഇൻക്രിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അവസാനത്തെ ഡേറ്റാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കമ്പനി നെയിം ഉണ്ട്, അതുപോലെ തന്നെ കമ്പനി ID ഉണ്ട്, പിന്നെ അതിൽ ബേസിക് സാലറി, അതുപോലെ തന്നെ അക്കോമഡേഷൻ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അവസാനം ടോട്ടൽ സാലറി ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഈ സാലറി ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഉണ്ട്, ഇഷ്യൂ ചെയ്ത ഡേറ്റ്. അതിനുശേഷം പിന്നെ ഈ ഒരു ഡിക്ലറേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സാലറി സർട്ടിഫിക്കറ്റ് 3 മാസത്തേക്കാണ് ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ലേബർ ഇഷ്യൂ ചെയ്യുന്ന ഈ ഒരു സാലറി സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നമുക്ക് നാട്ടിലെ ബാങ്ക് ആവശ്യങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കുമായിരിക്കും. ഇത് നാട്ടിലുള്ള ബാങ്ക് അധികൃതരും മറ്റുമൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അവരുടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇത് മിനിസ്ട്രി ഓഫ് ലേബർ ഒഫീഷ്യലി ഇഷ്യൂ ചെയ്യുന്ന സാലറി സർട്ടിഫിക്കറ്റ് ആണെന്ന്. ഓക്കെ, സാലറി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേബർ പുതിയൊരു ഓപ്ഷനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും കാണിക്കേണ്ട. ഓക്കെ.